everyone, welcome back to our channel. നമുക്കിന്ന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള താറാമുട്ട വെച്ചിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 താറാമുട്ടയാണ്. താറാമുട്ടയുടെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കത്തി വെച്ചിട്ട്. കണ്ടോ, കുറച്ച് ഡീപ്പായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ ഉളുമ്പ് മണമൊക്കെ നമ്മുടെ മുട്ട റോസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ ഡീപ്പായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ ടേസ്റ്റും കിട്ടും, എന്നാൽ ഇത് പൊട്ടിപ്പോവേയില്ല. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ഗാർലിക്, അതുപോലെ 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് വേണ്ടത് ഹാഫ് തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഹാഫ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഒത്തിരി പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഫുള്ളായിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. പാത്രം ചൂടാകുമ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ലൊരു മണം വരുമല്ലോ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ. ആ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര നമ്മൾ ഇളക്കിയാലും സവാള നല്ലപോലെ വഴഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാൻ. നല്ലപോലെ വഴഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടേയിരിക്കാം. കണ്ടോ, ഇതേപോലെ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ വന്ന് സവാളയൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് കുഞ്ഞായി വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റുവാണ്. ഇതിൻ്റെയും പച്ചമണം നല്ലപോലെ മാറണം. സോ ഒരു 2 മിനിറ്റെങ്കിലും നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. പൊടികളുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് മാറ്റാം കേട്ടോ. കുരുമുളകൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ എല്ലാം 1/2 ടേബിൾ സ്പൂൺ ഒരേ അളവിലാണ് ചേർത്തിട്ടുള്ളത്. നല്ല പോലെ വഴഞ്ഞിട്ട് പച്ചമണമൊക്കെ മാറി നല്ലൊരു ബ്രൗണിഷ് കളറിലേക്ക് പൊടികളൊക്കെ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തു. പിന്നെ ആ ഒരു തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഈ തക്കാളിയുടെ തൊണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ വരണം. അതുവരെ, അതായത് തക്കാളിയുടെ ഫ്ലഷ് മുഴുവൻ അലിഞ്ഞ് ചേരണം. ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ തൊണ്ട് മാത്രമായിട്ടാണ് കിടക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്കൊരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. മുട്ട കൂടി ഇട്ടിട്ട് മുകളിൽ കൂടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഈ മൊത്തം ഒരു കറിക്ക് നല്ലപോലെ പെരിഞ്ചീരകത്തിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്ത് അങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് എടുത്താൽ മാത്രം മതി. എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള നമ്മുടെ താറാമുട്ട എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല പോലെ പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ ബാക്കി എല്ലാ മസാലകളുടെയും ടേസ്റ്റുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീണ്ടും കാണാം. Till then, take care. Bye bye.